സോ നമ്മള് എങ്ങനെയാണ് ഹിസ്റ്ററി ഓപ്ഷണലിന് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളതും ചെയ്യാൻ പാടില്ലാത്തതും ഇത് രണ്ടുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് നല്ലൊരു ആൻസർ അടുത്തതിൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ 4 പേരും ഒരൊറ്റ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ആൻസർ ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഔട്ട്ലൈൻ ദ സർക്കംസ്റ്റാൻസസ്, ബാക്കി കട്ടായി പോയി. ഓക്കെ, ഔട്ട്ലൈൻ ദ സർക്കംസ്റ്റാൻസസ് ലീഡിങ് ടു ദ അഡോപ്ഷൻ ഓഫ് മാർഷൽ പ്ലാൻ. മാർഷൽ പ്ലാന്റെ കാര്യത്തിലോട്ട് വരുന്നുള്ള സർക്കംസ്റ്റാൻസസ് എന്തൊക്കെയാണ്? ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ക്വസ്റ്റ്യൻ ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ നിന്നും ആദ്യം അഡ്രസ് ചെയ്യേണ്ട കാര്യം ജസ്റ്റ് ശ്രദ്ധിക്കുക. ഇത് ആരുടേതാ? ആരാന്ന് വെച്ചാൽ വീഡിയോ ഉണ്ടാക്കണേ. സർ ദൃശ്യ. എന്റെയാണ്. ഓക്കെ ഓക്കെ ഫൈൻ, ദൃശ്യ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ നിന്നും നിങ്ങൾക്കൊരു ടോപ്പിക് ഉണ്ടാവും. ആ ടോപ്പിക് വെച്ചിട്ടുള്ള ഒരു തീം ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ദൃശ്യക്ക് എന്താ തോന്നുന്നത് ടോപ്പിക് എന്ന് പറയുന്നത് ഏതാണ്? ജസ്റ്റ് ട്രൈ. തുടക്കത്തിലാകുമ്പോൾ ചിലപ്പോൾ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും. എന്തായാലും നോക്കൂ. സർ അതിലേക്ക് ലീഡ് ചെയ്തിട്ടുള്ള അല്ല, സാഹചര്യങ്ങൾ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ വെച്ചാൽ മാർഷൽ ഒന്ന് പ്ലാൻ അഡോപ്റ്റ്. ടോപ്പിക്കാണ്. ആ ടോപ്പിക് പറഞ്ഞാൽ എന്താ? മെയിൻ ടോപ്പിക് അത് ഇതില് മാർഷൽ പ്ലാൻ. മാർഷൽ പ്ലാൻ. അപ്പൊ മാർഷൽ ഇതാണ് പ്ലാൻ നമ്മുടെ ടോപ്പിക്, വലിയ ടീട്ടു. ഓക്കെ, അതേ ഉം സമയത്ത് നമ്മളോട് മാർഷൽ പ്ലാനുമായി ബന്ധപ്പെട്ട് എന്താണ് ചോദിച്ചത്? മീൻസ് സർക്കംസ്റ്റൻസസ് ഒരു സർക്കംസ്റ്റാൻസസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് അതിന്റെ തീം. മനസ്സിലായോ? ഉം, ഉം. അതായത് നമ്മുടെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ടോപ്പിക് ഉണ്ട്, ഒരു ഹെഡിങ്. ഇത് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മാർഷൽ പ്ലാനാണ്. ആ മാർഷൽ പ്ലാനുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ചോദിക്കുന്നത്? സർക്കംസ്റ്റാൻസസ്. ഇതാണ് നമുക്ക് ഈ ക്വസ്റ്റ്യന് ത്രൂ ഔട്ട് അഡ്രസ് ചെയ്യേണ്ടത്, അല്ലേ? യെസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? Yes, ഇനി yes. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഇൻട്രൊഡക്ഷൻ വേണം. ഇത് ഇൻട്രൊഡക്ഷൻ അല്ല, ഇത് വേറെന്തോ പാരഗ്രാഫാണ്. UPSC ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെ തന്നെ പറയട്ടോ, എന്താ വെച്ചാൽ UPSC ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഷുഡ് ബി സിമ്പിൾ ആൻഡ് ക്രിസ്പ്. ഇത് നോക്കിക്കേ, ഇത് കണ്ടോ? ഇതൊരു ഇൻട്രൊഡക്ഷൻ ആണ്. ഇത്രയേ ഉള്ളൂ, ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണ്. ഇത് നോക്കിക്കേ, ഇതൊരു ഇൻട്രൊഡക്ഷൻ ആണ്. ഈ വരികളുടെ എണ്ണം കണ്ടോ? അതായത് ഞാൻ പറയുന്നത് മാക്സിമം നിങ്ങൾ ഒരു 4 ലൈനില് 4 ലൈൻസിൽ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ചെയ്താൻ പറ്റണം. ദിയ, നമുക്ക് ഒരു 4 ലൈൻസിലുള്ള ഇൻട്രൊഡക്ഷൻ മതി. ഞാൻ അങ്ങനെ തന്നെ ക്രിട്ടിക് ആയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അല്ലെങ്കിൽ ബോഡി ചെയ്ത സ്ഥലം ഉണ്ടാവില്ല, ഇൻട്രൊഡക്ഷൻ മാത്രം നിറഞ്ഞങ്ങ് ഒലിക്കും. അത് വേണ്ട നമുക്ക്, കേട്ടോ. നമുക്ക് ആ ടോപ്പിക്കും തീം എന്താണെന്ന് പറയുന്ന ഒരു 4 ലൈൻസിന് ഇൻട്രൊഡക്ഷൻ മതി. സോ നമുക്ക് വായിച്ചു നോക്കാം. മാർഷൽ പ്ലാൻ വാസ് എ സ്പോൺസർഡ് പ്രോഗ്രാം ദാറ്റ് വാസ് ഇംപ്ലിമെന്റഡ് ഫോളോയിങ് ദ എൻഡ് ഓഫ് കോൾഡ് വാർ സെക്കൻഡ്. ഇത് ഓക്കെയാണ് ദൃശ്യ? ഒന്നുകൂടെ നോക്ക്, നമുക്ക് എഴുതാം. ഇത് സെറ്റാണ്. ഇൻട്രൊഡക്ഷനിൽ ഫസ്റ്റ് Okay, ഈ okay. 2 വരി സെറ്റാണ്. ഇനി എന്ത് എഴുതേണ്ടേ ഉള്ളൂ? പ്രൊപ്പോസ്ഡ് ബൈ ദ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ജോർജ് മാർഷൽ 1947. എന്തിനാണ് എന്തിനത് കൊണ്ടുവന്നത്? അവർക്ക് ഒരു ഇക്കണോമിക് എയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് എന്താ ഒബ്ജക്റ്റീവ്? ഒരു എന്ത്? വെറുതെ കുറെ ക്യാഷ് ഉണ്ട് നിങ്ങൾ കൊണ്ടുപോകുന്നു പറഞ്ഞു കൊടുത്താണോ? അല്ലെ, എന്തൊരു ഒബ്ജക്റ്റീവ് ഉണ്ട് അല്ലെ? അല്ല അത് ആ മീൻസ് കമ്മ്യൂണിസ്റ്റ് ടു കണ്ടെയ്ൻ ദ ഐഡിയോളജീനെ സ്പ്രെഡ് ഓഫ് കമ്മ്യൂണിസം, അല്ലെ? കണ്ടെയ്ൻ. ടു കണ്ടെയ്ൻ. യെസ്, അപ്പൊ ആ ഒരു യെസ്. വാക്കുകൂടെ കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ, ടു കണ്ടെയ്ൻ ദ സ്പ്രെഡ് ഓഫ് കമ്മ്യൂണിസം. ഓക്കെ. ഇത്രയും കാര്യങ്ങള് അതായത് ഈ ഫസ്റ്റ് 2 ലൈന് ബൈ ദിസ് പേഴ്സൺ ടു കണ്ടെയ്ൻ ദ സ്പ്രെഡ് ഓഫ് കമ്മ്യൂണിസം, ഇത്ര പറഞ്ഞു കഴിഞ്ഞാൽ ആ ടോപ്പിക്കും കിട്ടി. ആ ടോപ്പിക്ക് കോൾഡ് വാറിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണെന്ന് താങ്കൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു. ദെൻ അതിന്റെ പർപ്പസ് നിങ്ങളോട് പറഞ്ഞു വെച്ചു, അത്ര മതി. ഓക്കെ. അപ്പൊ ഒരു ഇൻട്രൊഡക്ഷൻ മീനി ആയല്ലോ. ഇനി അതിന്റെ നിങ്ങൾ ആ പറഞ്ഞതുപോലെ ബോഡി പാർട്ടിലോട്ട് വരുന്ന സമയത്ത് അതിന്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സർക്കംസ്റ്റാൻസസ് എന്തൊക്കെയാണ്, അതൊന്നും കുറച്ചുകൂടി ഡീറ്റെയിൽഡ് പറയാണ്. അവ യൂറോപ്പിൽ ഉണ്ടായിരുന്ന ചില സിറ്റുവേഷൻ ആണ്. ഒന്ന്, യൂറോപ്പ് ഓൾറെഡി ഡിവാസ്റ്റേറ്റഡ് ആയിട്ടുണ്ട്, അവിടെ കമ്മ്യൂണിസം വളരുന്നുണ്ട്. ഈ പോയിന്റ് ചെയ്തിട്ട് ഇത് ഇങ്ങനെ തന്നെ എഴുതേണ്ടത്. സോറി, ഓപ്ഷനിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനത്തെ മിനി പാരഗ്രാഫ് ആക്കിയിട്ട് ഇങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്. ഇത് ശരിയാണ്. ഓക്കെ, ഈ ഡിവാസ്റ്റേഷൻ ഓഫ് യൂറോപ്പ് എന്താണെന്ന് നിങ്ങൾ പറയേണ്ടി പറ്റണം. റൈസ് ഓഫ് കമ്മ്യൂണിസം പറയേണ്ടി പറ്റണം. ഓക്കെ, പിന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല. ദെൻ പോളിസി ഓഫ് കണ്ടെയ്ൻമെന്റിന്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. യെസ്. ദെൻ US റിലൈസ് ഇസ് ഹൈ പ്രോബിലിറ്റി ഓഫ് ഇക്കണോമിക്.
യു എസിന് ഗ്ലോബൽ ലീഡർ ആകാനുള്ള ടെൻഡൻസി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. പിന്നെ അതിനനുസരിച്ച് ട്രൂമാൻ ഡോക്ട്രിനിൽ അവരത് അപ്ലൈ ചെയ്തെന്ന് പറയാം. പിന്നെ അഡോപ്ഷൻ ഓഫ് മാർഷൽ ഓക്കെ. പ്ലാൻ എന്നുള്ളത് പിന്നെ നിങ്ങൾക്ക് കൊടുക്കണമെന്നില്ല. പിന്നെ നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് നിങ്ങളുടെ സർക്കംസ്റ്റാൻസസ് ആണ് ചോദിച്ചെങ്കിലും അതിന്റെ കൺക്ലൂഷൻ വരുന്ന സമയത്ത് മാർഷൽ പ്ലാൻ എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളത് പറയാൻ വേണ്ടി പറ്റണം. പ്ലസ് റിയാക്ഷൻ ബൈ USSR. ഒരു ടേം ഇല്ലായിരുന്നോ? USSR. കോംകോം ആ ഐ മീൻ. ആ അത് പിന്നീട് എന്ത് ചെയ്തു? അത് ഇവഞ്ചലി ടു കോൾഡ് വാർ പൊളിറ്റിക്സ് ടിൽ 1991 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റാം. ഇത്രയേ ഉള്ളൂ കാര്യം. ക്ലിയർ? ഓക്കെ സർ. ക്ലിയർ ക്ലിയർ. സോ ദിസ് ഈസ് ഹൗ യു ഹാവ് ടു റൈറ്റ്. ഇത് ഒരു മോഡലാണ്. നിങ്ങൾക്ക് മാർഷൽ സർ പ്ലാൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? Yeah. നമ്മളിപ്പം ഈ മാർഷൽ പ്ലാൻ അഡോപ്റ്റ് ചെയ്തതിന്റെ റിസൾട്ട് ആയിട്ടാണോ കൺക്ലൂഷനിൽ കൊടുക്കണ്ടേ? അതായത് അതിന്റെ ഇമ്പാക്ട് എന്താണെന്നുള്ളത്? നമ്മൾ കൺക്ലൂഷൻ അത് ഞാൻ ഒന്നുകൂടെ വരാം. ഇനി ഇത് വായിച്ചിട്ട് പറയാം. The Marshall Plan was not just an humanitarian but a strategic instrument of US foreign policy shaped by trauma reduction and containment policy. ഇത് നല്ലതാണ്. ഇത് സിമ്പിൾ കൺക്ലൂഷൻ ആണ്. കൺക്ലൂഷൻ 1 ഇപ്പൊ ഈ എഴുതിയ പോലെ അതിന്റെ സമ്മറി എഴുതാം. കൺക്ലൂഷൻ എഴുതാൻ പറ്റുന്ന മെത്തേഡ്സാ പറയുന്നത് കേട്ടോ. ഒന്ന് ഇപ്പൊ നിങ്ങൾ എഴുതിയ പോലെ ആ ടോപ്പിക്കിന്റെ സമ്മറി ആയിട്ട് എഴുതാം. രണ്ടാമത് നമുക്ക് എഴുതാൻ പറ്റുന്നത് അതിന്റെ ഇമ്പാക്ട് വെച്ച് എഴുതാം. ലൈക്ക് ഇപ്പോ ട്രൂമാൻ ഡോക്ടറിൻ മാർഷൽ പ്ലാനെ കൊണ്ട് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് പറഞ്ഞതുപോലെ എന്താണ് ദാറ്റ് ഇവഞ്ച്വലി ലെറ്റ് ടു ദ റീഗ്രോത്ത് ഓഫ് ദിസ് യൂറോപ്യൻ കൺട്രീസ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം പറയാൻ വേണ്ടി പറ്റും. ബട്ട് ഇവഞ്ച്വലി ചെക്ഡ് ബൈ USSR എന്ന് പറയാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഇതിന്റെ ലോങ് ടേം ഇമ്പാക്ട് പറയാം. രണ്ട് ഇമ്പാക്ട് പറയാം. അതായത് ഒന്ന് ഷോർട്ട് ടൈം ഇമ്പാക്ട് പറയാം, അല്ലെങ്കിൽ ലോങ് ടൈം ഇമ്പാക്ട് പറയാം. ലോങ് ടേം ഇമ്പാക്ട് പറയുമ്പോൾ ഇത് കോൾഡ് വാർ പൊളിറ്റിക്സ് ടിൽ 1991 എന്ന രീതിയിൽ പറയാൻ പറ്റും. സർ കോംകോം എന്നുള്ള ആ ഒരു അതിന്റെ റിസൾട്ട് എവിടെയാ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? അത് ജസ്റ്റ് ഇതിൽ കൊടുത്താൽ ഇമ്പാക്റ്റിൽ കൊടുത്താൽ ഈ ഷോർട്ട് ഇമ്പാക്ട് ഉണ്ടല്ലോ, ഞാൻ ആ എഴുതിയ പോയിന്റ്സിൽ കൊടുത്താൽ മതി, അല്ലെങ്കിൽ കൺക്ലൂഷനിൽ തന്നെ അത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം? കാരണം നമ്മുടെ ബോഡി പാർട്ടിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? സർക്കംസ്റ്റാൻസസ് അതിന്റെ ചോദിച്ചിരിക്കുന്നത്. സർക്കംസ്റ്റൻസ്. അപ്പൊ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് ആണെന്ത് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന USSRന്റെ സോവിയറ്റിന്റെ കോൺകോൺ പോളിസി. അത് കൺക്ലൂഷനിൽ കൊണ്ടുവന്നാണ്. ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. ഇത് അത്യാവശ്യം കുഴപ്പമില്ല, ഒരു ഡീസന്റ് ആണ്. നല്ലപോലെ ശ്രദ്ധിക്കേണ്ടത് ഇൻട്രൊഡക്ഷൻ ക്രിസ്പ് ആക്കുക, ബോഡി പാർട്ട് ഏകദേശം ഇതേപോലെ ഇതാവുന്ന, കൺക്ലൂഷൻ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് ദിയയുടെ നോക്കാം. ദിയ, ഓക്കെ ദിയ, ഇതിൽ പറഞ്ഞ പോലെ ടോപ്പിക് ഇതാണ്, തീം ഇതാണ് അല്ലെ. അപ്പൊ മാർഷൽ പ്ലാൻസ് സ്ട്രാറ്റജി ഇക്കണോമിക് പോളിസി ബൈ അമേരിക്ക വിച്ച് പ്രൊവൈഡ്സ് മോണിറ്ററി അസിസ്റ്റൻസ് ടു ദ വാർട്ടൺ യൂറോപ്യൻ കൺട്രീസ് വിച്ച് മെയിൻലി എയിം ടു ഇറാഡിക്കേറ്റ് ദ സ്പ്രെഡ് ഓഫ് കമ്മ്യൂണിസ്റ്റ് ഇൻ യൂറോപ്യൻ കൺട്രീസ്. നല്ല ഇൻട്രൊഡക്ഷൻ ആണ്, മനസ്സിലായോ? ഇതിലുണ്ട് ദൃശ്യ, ഇതിൽ കണ്ടോ എന്താണ് മാർഷൽ പ്ലാൻ എന്നുണ്ട്, ആരാണെന്നുള്ളുണ്ട്, എന്തിനാണെന്നുള്ളുണ്ട്, എന്തുകൊണ്ടാണെന്നുള്ളുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇത് വായിക്കുന്ന ഒരാൾക്ക് മാർഷൽ പ്ലാൻ എന്താന്നുള്ളതിന്റെ ഒരു ഫുൾ പിക്ചർ ഏകദേശം ഇവിടെ കിട്ടി, ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടി. അതായത് ടോപ്പിക് എന്ന് പറയുന്ന മാർഷൽ പ്ലാനിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടി. പക്ഷെ ഇതിൽ ഓൺ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് കോൾഡ് വാർ പൊളിറ്റിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കംസ്റ്റാൻസസ് എന്ത് ചെയ്യും ഇൻട്രൊഡക്ഷനിൽ ഏകദേശം വരെ, അല്ലെങ്കിൽ വാർട്ടൺ യൂറോപ്യൻ കൺട്രീസ് കൂടെ എഴുതിയിട്ടുണ്ട്. ദാറ്റ്സ് ഫൈൻ. ഇൻട്രൊഡക്ഷൻ പറ്റി ഡീസന്റ് ആണ് കേട്ടോ. Now coming to circumstances. ഇതിങ്ങനെ സബ്ഹെഡിങ് കൊടുക്കുന്നത് തെറ്റൊന്നുമില്ല. ഓക്കെ, മാർഷൽ ക്യാൻ ബി കൺസിഡേഴ്സ് ആൻ എഫക്റ്റീവ് വേൾഡ് വാർ സെക്കൻഡ്, മെയിൻലി കോൾഡ് വാർ വിച്ച് ഓക്കെ ഫൈൻ. ദ മെയിൻ ഗോൾ മാർഷൽ ഇത് റിപ്പീറ്റിംഗ് ആയില്ലേ പോയിന്റ്? ഓക്കെ, ഒന്ന് നോക്ക്. അത് ഇനി പർപ്പസ് ചെയ്തിരിക്കുക. ടു റിജൻ ദ ഇൻഡസ്ട്രിയൽ എക്കണോമിക് അബിലിറ്റീസ് ഓഫ് യൂറോപ്പ്. ദാറ്റ്സ് ഓക്കെ. അമേരിക്ക ഓൾസോ aimed to expand influence of dollar economy. There okay fine. Yes, had to develop foreign relation to other countries because they are feared of influence of communism. Okay. അത് ഓക്കെയാണ്. പിന്നെ മാർഷൽ അമേരിക്കൻ ഇൻഫ്ലുവൻസ് ബിയോണ്ട് വാണ്ട് സ്റ്റിൽ റിസെറ്റ് ടു ബിക്കം മേജർ ഗ്ലോബൽ പവർ ഇൻ ദ വേൾഡ് വാർ. ഇത് സിമ്പിൾ നോർമൽ കൺക്ലൂഷൻ ആണ്. പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ ഇവിടെ കൊടുക്കാൻ പറ്റുന്നത് അതിന് USSR എങ്ങനെ റിയാക്ട് ചെയ്തു എന്നുള്ള ഒരു പോയിന്റ് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇതിന്റെ പിൽക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇമ്പാക്ട് എങ്ങനെയാണെന്നുള്ളത് പറയാം. ഈ രണ്ട് രീതിയിൽ കൺക്ലൂഷൻ ചെയ്തതായിരിക്കും കുറച്ചുകൂടെ നന്നാവുക. കാരണം ഹിസ്റ്ററിയിൽ ആ മെത്തേഡ് സ്വീകരിക്കുമ്പോൾ ഹിസ്റ്ററിയിൽ എവറിത്തിങ് കണ്ടിന്യൂഷൻ ഓഫ് വൺ തിങ് ആണ്, ഇന്നതിന്റെ കണ്ടിന്യൂഷൻ ആണ് അടുത്ത് നടക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു ഇമ്പാക്ട് ബേസ് ചെയ്തിട്ട് കൺക്ലൂഷൻ എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതില് ചെയ്യാൻ പറ്റാവുന്നത് ദിയക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, ഒന്ന് പറ്റുവാണെങ്കിൽ ഈ നമ്മുടെ ദൃശ്യം ചെയ്ത പോലെ ട്രൂമാൻ ഡോക്ട്രിൻ ഇങ്ങനെ ഒരു സബ്ഹെഡിങ് വെച്ചിട്ട് ഇതിൽ തെറ്റൊന്നുമില്ല, നല്ലതാണ്. എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള പോയിന്റ് ഇവിടെ താഴെ ഉണ്ടായാൽ മതി. ഓക്കെ ഫൈൻ, കുഴപ്പമില്ലാത്ത ആൻസർ ആണ് കേട്ടോ.
സിമ്പിൾ ആണ്, പക്ഷെ ഒന്നുകൂടി ഓർഗനൈസ് ചെയ്തിട്ട് ബോഡി പാർട്ട് കുറച്ചുകൂടി ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ പറ്റും എന്നൊരു അഭിപ്രായമുണ്ട്. നമുക്ക് ഇവഞ്ചലി നന്നാക്കി എടുക്കാം. ഇനി നമ്മുടെ നവ്യക്ക് ഓൾറെഡി എഴുതി സെറ്റ് ആയ ആളാണ് നവ്യ ഒക്കെ എന്ന് പറയുന്ന ആൾക്കാർ. അപ്പൊ നവ്യയുടെ ആൻസർ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. നവ്യ ഓക്കെ പറഞ്ഞല്ലോ, ഇനി എന്താവും അറിയില്ല. മാർഷൽ പ്ലാൻ വാസ് എ US initiative provided economic aid to rebuild the war-torn Europe after World War II. കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് ആയി. ഷേപ്ഡ് ബൈ ദ ഹ്യൂമനിറ്റേറിയൻ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി കൺസിഡറേഷൻ ഡ്യൂറിംഗ് ഏർലി കോൾഡ് വാർ. അപ്പൊ ഇതും കുഴപ്പമില്ല, ഇൻട്രൊഡക്ഷൻ ഒക്കെയാണ്, നല്ലതാണ്. ഇനി സർക്കംസ്റ്റാൻസസ് എന്ന് പറഞ്ഞിട്ട് ഒരു സബ്ഹെഡിങ് കൊടുത്തിട്ട് കണ്ടോ, ദിയ ഒന്ന് വീഡിയോ നോക്കണേ, കാരണം ഇത് നിങ്ങൾ കൂടെ ഉള്ളതാണ്. കണ്ടോ, ഒന്ന് നമ്മുടെ ഇത് കണ്ടോ, ഡീവാസ്റ്റേഷൻ ഓഫ് യൂറോപ്പ് എന്നുള്ള കോൺസെപ്റ്റ് പറഞ്ഞിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. 2 ഇക്കണോമിക് ഇൻസ്റ്റബിലിറ്റി എന്ന് പറഞ്ഞിട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. 3 ഫിയർ ഓഫ് കമ്മ്യൂണിസ്റ്റ് എക്സ്പാൻഷൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. 4 ഫെയിലിയർ ഓഫ് ഏർലിയർ റിലീഫ് എഫേർട്സ്, അമേരിക്കൻ സ്ട്രഗിൾ ഇൻട്രസ്റ്റ്, ദെൻ കോൾഡ് വാർ കോണ്ടാക്സ്റ്റ് എന്നുള്ള രീതിയിൽ വെച്ചിട്ട് ഒരു 5-6 പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ടോ. ഈ ഓരോ പോയിന്റും ഞാൻ ഏറ്റവും ചുരുങ്ങിയത് 1/2 മാർക്ക് വെച്ച് കൊടുക്കാണെന്ന് വിചാരിക്കുക. അപ്പൊ 6 പോയിന്റിന് 3 മാർക്ക് കൊടുത്തു. ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും കൂടി ഞാൻ 1.5 മാർക്ക് കൊടുക്കാണെന്ന് വിചാരിക്കുക. 4.5 മാർക്ക് കിട്ടി. 10ൽ 4.5 എന്നുള്ളത് അത്യാവശ്യം ഡീസന്റ് മാർക്കാണ്. മനസ്സിലായോ? അതവിടെ എടുത്ത് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രസന്റേഷന്റെ കഴിവ്. സോ വൈൽ മാർഷൽ പ്ലാൻ ഹാഡ് ആൻഡ് ഹ്യൂമനിറ്റേറിയൻ എയിം ഓൾസോ ഹാഡ് എ സ്ട്രാറ്റജിക് ഇൻസ്ട്രുമെന്റ്. ഇത് ഓക്കെയാണ്. പക്ഷെ ഇതിന് പറ്റുകയാണെങ്കിൽ അന്ന് അമേരിക്ക മാത്രമല്ല USSR കൂടെ ഉള്ളതുകൊണ്ട് USSRന്റെ റിയാക്ഷൻ കൂടെ ഒന്ന് പറ്റുകയാണെങ്കിൽ എഴുതാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നന്നാവും. അല്ലെങ്കിൽ USSRന്റെ റിയാക്ഷൻ തന്നെയാണ് യഥാർത്ഥത്തിൽ എന്ത് കോൾഡ് വാർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, 3 പേർക്ക് ഒരു ധാരണ കിട്ടിയല്ലോ. ദൃശ്യ ഓക്കെ. ഇനി കഴിഞ്ഞ ദിവസം ഫസീൽ എന്റെ അടുത്ത് കൊണ്ടുവന്ന്, ഞാൻ അവിടെ ഗൂഗിളത്തിൽ ഇരുന്ന സമയത്ത് ഫസീൽ എന്റെ അടുത്ത് കൊണ്ടുവന്ന് കാണിച്ചിരുന്ന ഒരു ആൻസറാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ആൻസറാണ്. പക്ഷെ GSന്റെ കുറച്ച് മോഡൽ കയറി വന്നു എന്നുള്ള സജഷൻ മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. ബാക്കി പോയിന്റുകളൊക്കെ നല്ലതാണ്. അപ്പൊ അതും കൂടെ ഞാൻ ഒന്ന് കാണിച്ചു തരാം, ഒന്ന് നോക്കണം. ഐ യൂസിങ് ദ ഗ്രീൻ കളർ. ഒന്ന് കണ്ടോ, ഇൻട്രൊഡക്ഷൻ നോക്കണേ. ഫസീൽ, ദാറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ വിറ്റ്നസ് ദ ഡോമിനൻസ് ഓഫ് ന്യൂ ഇമ്പീരിയൽ ഗ്ലോബൽ പവേഴ്സ് through the policy of containment. കണ്ടോ, through the policy of containment America imparted economic imperialism over the global order. Marshall Plan is a powerful strategy. ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെ വെച്ചിട്ടാണെന്ന് പറഞ്ഞു. കണ്ടോ, ഇൻട്രൊഡക്ഷൻ ചെയ്തുള്ള മറ്റൊരു മെത്തേഡാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ആ ടോപ്പിക്കിന്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് അങ്ങ് ആ ടോപ്പിക്കിലോട്ട് അങ്ങ് എത്തി. ആ ടോപ്പിക്കിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ആ ടോപ്പിക്കിലോട്ട് അങ്ങ് എത്തിച്ചേർന്നു. കണ്ടോ, സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ന്യൂ ഇമ്പീരിയൽ പവേഴ്സിന് ഡോമിനൻസ് ഉണ്ടായിരുന്നു. അതിൽ പോളിസി ഓഫ് കണ്ടെയ്ൻമെന്റ് എന്ന് പറയുന്നതിലൂടെ അമേരിക്ക ഒരു ഇക്കണോമിക് ഇമ്പീരിയലിസം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചു. അതിന് ഒരു എക്സാമ്പിൾ ആണ് മാർഷൽ പ്ലാൻ. അങ്ങനെ എഴുതാം. അതായത് അതേ രീതിയിൽ തന്നെ എഴുതണം എന്നില്ല. നിങ്ങൾ എഴുതിയതൊക്കെ ശരിയാ, പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഓരോന്നും ഓരോ രീതിയിൽ എഴുതുന്നുള്ളൂ. ഞാൻ മാർഷൽ പ്ലാൻ 1947 ആണ് കേട്ടോ നവ്യ. ഓക്കെ, പ്രപ്പോസ്ഡ് ബൈ ജോർജ് മാർഷൽ, US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. അതിന്റെ മോട്ടീവും കാര്യങ്ങളും. അപ്പൊ ഇങ്ങനത്തെ ആരോ മാർക്ക് കണ്ട് ആ ആരോ മാർക്ക് ഒഴിവാക്കിയിട്ട് ഞാനോട് കൊടുത്തിരിക്കുന്ന കാര്യം സ്റ്റേറ്റ്മെന്റ് ആക്കി എഴുതാൻ വേണ്ടി പറഞ്ഞു. അത്രേ ഉള്ളൂ. GSലാകുമ്പോൾ നമുക്ക് കുറെ ആരോ മാർക്ക് എഴുതാം. പക്ഷെ ഓപ്ഷനിലാകുമ്പോൾ നിങ്ങൾ ബെറ്റർ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ആക്കി എഴുതുന്നതാണ് നല്ലത് കേട്ടോ. ഫൈൻ. ആണോ, ഇൻട്രൊഡക്ഷൻ ഒരു മാർക്ക് കൊടുത്തു, ഈ ബോഡിക്ക് ഒരു മാർക്ക് കൊടുത്തു. ഇനി സർക്കംസ്റ്റാൻസസ് ഉണ്ടോ, കോൾഡ് വാർ പൊളിറ്റിക്സ്. അപ്പൊ ഈ ആരോ മാർക്കും കാര്യങ്ങളും വേണ്ടെന്ന് ഞാൻ സജഷൻ കൊടുത്തത്. കോൾഡ് വാർ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. അതിൽ അയൺ കർട്ടൻ സ്പീച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഒരു ക്വാളിറ്റി പ്രോഗ്രാം കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് വിൻസ്റ്റൺ ചർച്ചിൽ അങ്ങനെ പറഞ്ഞപ്പോഴാണ് യൂറോപ്പിൽ അതിന്റെ ഡിവിഷൻ വിവിഡായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അത് വേണമെങ്കിൽ പറയാം. വൺ ഓഫ് ദി ബാക്ക്ഗ്രൗണ്ട് അല്ലേ നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ഔട്ട്ലൈൻ ദ സർക്കംസ്റ്റാൻസസ് അല്ലേ, ഏതൊക്കെയാണെന്നുള്ളത്. അപ്പൊ അതിൽ നിങ്ങൾക്ക് അത് പറയാം. US ഫോറിൻ പോളിസി പറയാം. അതിന് എക്സാമ്പിൾസ് കൂടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് കുറച്ചുകൂടെ ഒന്ന് സ്റ്റേറ്റ്മെന്റ് ആക്കി എഴുതാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അത് നിങ്ങൾ എഴുതിയതാണ് കുറച്ചുകൂടി നല്ലത്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇത് GS റൈറ്റിംഗ് ആണ്. ഓക്കെ. പിന്നെ പോസ്റ്റ് വാൾ ഡിവാസ്റ്റേഷൻ, എക്കണോമിക് ക്രൈസിസ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങൾ കണ്ടല്ലോ. നിങ്ങൾ വരികളാക്കി എഴുതി, ആള് പോയിന്റ് ആക്കി എഴുതി. അത് വരികളാക്കി എഴുതുന്നതാണ് നല്ലത്. ഓക്കെ, ലൈൻസ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആക്കി എഴുതുന്നതാണ് ഓപ്ഷണലിന് കുറച്ചുകൂടെ നല്ലത്. GSന് നിങ്ങൾ ഈ അപ്രോച്ച് ചെയ്താൽ മതി. മനസ്സിലായോ? GSന് നിങ്ങൾ പോയിന്റ് മാത്രം എഴുതി വെച്ചാലും കുഴപ്പമില്ല. ഓക്കെ. പിന്നെ ഫിയർ ഓഫ് കമ്മ്യൂണിസ്റ്റ് എക്സ്പാൻഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്. പിന്നെ അതിന്റെ കൺക്ലൂഷൻ കണ്ടോ, മാർഷൽ പ്ലാൻ ഹെൽപ് ദ വെസ്റ്റേൺ ബിക്കം പ്രോസ്പെറസ് ആൻഡ് ലെസ് വൾനറബിൾ ടു കമ്മ്യൂണിസം. കണ്ടോ, മാർഷൽ പ്ലാന്റെ ഇമ്പാക്ട് കണ്ടോ, പ്രോസ്പെറസ് ഓഫ് യൂറോപ്യൻ കൺട്രീസ് ആൻഡ് ലെസ് വൾനറബിൾ ടു കമ്മ്യൂണിസം. ഓക്കെ, ദെൻ കണ്ടെയ്ൻമെന്റ് പോളിസി ബൈ ട്രൂമാൻ ടു എൻഷുർ യൂറോപ്യൻ സ്റ്റെബിലിറ്റി. ആ രീതിയിലും പറയാൻ വേണ്ടി ശ്രമിച്ചു. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ നിങ്ങൾക്ക് USSRന്റെ റിയാക്ഷൻ പറയാം. അത് പറയുമ്പോൾ എന്ത് ചെയ്യും, ഒന്നുകൂടെ കോംപ്രഹെൻസീവ് ആവും. അപ്പൊ ഒരു കോംപ്രഹെൻസീവ് കൺക്ലൂഷൻ
കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. കോംപ്രഹെൻസീവ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ടോപ്പിക്കിനെ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് കറക്റ്റ് ആ ടോപ്പിക്ക് വായിക്കുന്ന ഒരാൾക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ദിയോട് ചോദിക്കുകയാണ് എന്താണ് മാർഷൽ പ്ലാൻ. അപ്പൊ ദിയ പറയണം മാർഷൽ പ്ലാൻ അമേരിക്കയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ. മാർഷൽ പ്ലാൻ അമേരിക്കയാണ്, എപ്പോഴാണ്, എന്തുകൊണ്ടാണ് എന്ന് പറയുമ്പോഴാണ് അതിന്റെ ഫുൾ ഉള്ളൂ. അതാണ് അതിന്റെ ഇൻട്രൊഡക്ഷൻ. ദിയ അപ്പൊ എനിക്ക് മാർഷൽ പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി ഞാൻ ദൃശ്യോട് ചോദിക്കണം മാർഷൽ പ്ലാൻ എങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ ദൃശ്യം ചെയ്യേണ്ടതാണ് മാർഷൽ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂറോപ്പിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തു. പക്ഷെ യൂറോപ്പിൽ പോസിറ്റീവ് ആയിട്ട് ഇന്ന കാര്യം ചെയ്തെങ്കിലും നെഗറ്റീവായിട്ട് USSRന്റെ റിയാക്ഷൻ കാരണമാണ്. ഇന്നിവിടെ പറയുമ്പോഴല്ലേ അത് പരിപൂർണ്ണമാവുള്ളൂ. അതാണ് USSRന്റെ റിയാക്ഷൻ എഴുതണം എന്നുള്ളത് ഞാൻ ബ്രീഫായിട്ട് പറഞ്ഞത്. ക്ലിയർ ആയിട്ടുണ്ടോ? Yes, sir. All good. നവ്യ, ദൃശ്യ? ക്ലിയർ ആണ് സർ. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ യു ഹാവ് ടു പ്രിപ്പയർ. ഓക്കെ ആണല്ലോ? അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി Yes. ശ്രമിക്കണം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. Okay, sir. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ. ബാക്കി നമ്മുടെ ആൻസർ റൈറ്റിംഗുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെ സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതാണ് കാര്യം. ദിയും ദൃശ്യം ഒന്ന് മെസ്സേജ് അയക്കണം കേട്ടോ ക്ലാസ് കഴിഞ്ഞിട്ട്. ആ. ഓക്കെ, സോ ദാറ്റ്സ്